ആരെങ്കിലും അവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ 4:34 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എന്താണ് ഈശോ പറയണത്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അവനേൽപ്പിച്ച ജോലി പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് എൻ്റെ ഭക്ഷണം. കുരിശാണ് എൻ്റെ ഭക്ഷണം എന്നാണ് ഈ പറയണത്. കാര്യം കുരിശിൽ അവസാനം പറഞ്ഞ വാക്ക് എന്താണ്? എല്ലാം പൂർത്തിയായി. എന്നുവെച്ചാൽ അത് തന്നെയാണ് എല്ലാം പൂർത്തിയായെന്ന് അവൻ പറയുമ്പോൾ അപ്പാ എന്നെ ഏൽപ്പിച്ച ജോലിയെല്ലാം പൂർത്തിയായി. ഈ ഭൂമി എന്തിനാണെന്ന് ഈശോയോട് ചോദിച്ചാൽ ഈശോ പറയും ഈ ഭൂമി അപ്പാ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാനാണെന്ന് പറയും. അതാണ് ഗെത്സെമനി മുട്ടുകുത്തുമ്പോൾ കർത്താവ് മുട്ടുകുത്തിയ സ്ഥലത്ത് മുട്ടുകുത്തിയവനാണ് ഞാൻ. കാര്യം ഞാൻ ഗെത്സെമനി ചെല്ലുമ്പോൾ കർത്താവിൻ്റെ ഗെത്സെമനിയിൽ പോയി. നിങ്ങളും ഗെത്സെമനി പോയി കാണും പലരും. പക്ഷെ ഞാൻ അവിടെ ഒരു സൂത്രപ്പടി കാണിച്ചു. ഞാൻ കുർബാന ചെല്ലുകയായിരുന്നു ഗെത്സെമനി നിന്നുകൊണ്ട്. അപ്പോൾ ഗെത്സെമനി കുർബാന ചെല്ലണ എൻ്റെ മുമ്പിലാണ് കർത്താവ് മുട്ടുകുത്തി ചോര വീർത്ത സ്ഥലം കിടക്കുന്നത്. അവിടെ പിച്ചള കൊണ്ട് വലിയ ഒരു പുൽക്കിരീടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പോലീസ് നിൽക്കുന്നുണ്ട്. അയാൾ അങ്ങോട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൻ്റണി പയ്യപ്പള്ളി അച്ഛനാണ്. പയ്യപ്പള്ളി അച്ഛന് കുർബാന കൊടുത്തിട്ട് ആൾക്കാർക്ക് കുർബാന കൊടുക്കാൻ പറഞ്ഞു കുർബാന സ്വീകരണത്തിന് സമയത്ത്. അപ്പോൾ അത് കൊടുത്തിട്ട് അച്ഛനെ മുമ്പോട്ട് കയറ്റി വിട്ട്, അല്ലെങ്കിൽ അച്ഛനും പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. ഞാൻ പതുക്കെ വന്ന് വെച്ചും ഞാൻ ഒരു നിമിഷം കർത്താവെ സോറി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഗെത്സെമനി കർത്താവ് മുട്ടുകുത്തിയ സ്ഥലത്ത് ഞാൻ എൻ്റെ മുട്ടുകുത്തിയിട്ട് താങ്ക്സ് ലോഡെന്ന് പറഞ്ഞേ, കർത്താവെ നന്ദി എന്ന്. ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി അവസാനമായി നീ മുട്ടുകുത്തിയ സ്ഥലമാണിത്, ഇവിടെ വന്ന് മുട്ടുകുത്താൻ ഒത്തില്ല നന്ദി എന്ന്. അന്ന് നീ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? 17:4 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 17:4 അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. അതാണ് അവസാനം പറഞ്ഞ വാക്ക്, ഗെത്സെമനി പറയുന്ന വാക്ക്. എന്താണ്? ഞാൻ പൂർത്തിയാക്കാൻ പോണ അപ്പ കുരിശിലേക്ക് പോവുകയാണ്, എൻ്റെ ജോലി പൂർത്തിയാക്കാൻ പോവുകയാണ്. കുരിശ് മരിക്കണ മുമ്പ് തന്നെ മരിച്ചതിൻ്റെ മുഴുവൻ അക്കൗണ്ടിലേക്ക് ആദ്യമേ സമർപ്പിക്കും. എന്താ പറയണത്? പിന്നീട് ഈശോ പറയണത് പിറ്റേ ദിവസമാണ് പറയണത് ഇത് എല്ലാം പൂർത്തിയായെന്ന് പറയണത്. എൻ്റെ മക്കളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നിത്യതയുടെ അംശങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണെന്ന് ഓർക്കണം. പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ഒരു രോഗമാണെന്ന് ഓർക്കണം. പ്രാർത്ഥിച്ചിട്ടും നന്നാകാത്ത നിൻ്റെ ഹസ്ബൻഡാണെന്ന് ഓർക്കണം. പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്ത നിൻ്റെ കുഞ്ഞാണെന്ന് ഓർക്കണം. ആരും ദൈവത്തിൽ നിന്ന് കിട്ടിയതല്ല നമ്മൾ ഉയർത്താൻ പോണത്. എൻ്റെ ദൈവപൈതലെ, എന്നെ ഉയർത്താൻ പോണത് ദൈവത്തോട് ചോദിച്ചിട്ട് നമുക്ക് കിട്ടാത്തതാണ്. അതാണ് ദൈവത്തിൻ്റെ അതാണ് നമ്മുടെ ആഹാരം. അതാണ് പിതാവ് നമ്മളെ ഏൽപ്പിച്ച് ജോലി എന്ന് പറയുന്നത്. അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് പറയുന്നത്. അത് പൂർത്തിയാക്കാൻ അവസരം കിട്ടുമ്പോൾ ചാടി ഉല്ലസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ അവസരം ഒരു ദൈവ വിളി പോലെ കിട്ടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ സന്തോഷിക്കണം. അതിൻ്റെ മുഴുവനും കൈയും കാലും വെച്ച രൂപമാണ് അമ്മ. അമ്മയും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ എല്ലാം പൂർത്തിയാക്കിയിട്ടാണ് നിൽക്കുന്നത്. എന്താണ്? ബിഹോൾഡ് എന്ന് പറഞ്ഞതിന് ശേഷം ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ പൂർത്തിയാകട്ടെ എന്നാണ്. എന്നിൽ നിറവേറട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എല്ലാം നിറവേറിയെന്നാണ് പറയണത് ഈശോ പറയണത്. അമ്മ പറയണത് എന്താണ്? നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ, എല്ലാം പൂർത്തിയാകുന്ന ഈശോ പറയണത്. അമ്മ പറയണത് എന്താണ്? നിൻ്റെ വചനം പോലെ എന്നിൽ പൂർത്തിയാകട്ടെ. രണ്ട് വചനത്തെ പൂർത്തിയാക്കിയ ദൈവഹിതത്തെ ദൈവിക ആത്മാവിൻ്റെ ആഹാരം പോലെ എടുത്തിട്ട് അതിനെക്കുറിച്ച് ദൈവത്തിന് ഞാൻ നിങ്ങളുടെ കാലെ പിടിച്ച് യാചിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ദൈവം നിങ്ങൾക്ക് തന്നില്ലെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചല്ലോ, ഞാൻ ഉടമ്പടി എടുത്തല്ലോ, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചല്ലോ, എന്നെപ്പോലെ ജീവിക്കാത്ത എത്രയോ പേരെ നീ ഉയർത്തി, എന്നോട് മാത്രമെന്താ നീ എനിക്ക് രോഗം തന്നത്, എന്നോട് മാത്രമെന്താ നീ എൻ്റെ മകനെ ഉയർത്തി വിടാഞ്ഞത് എന്ന് നിങ്ങൾ ദൈവത്തോടൊരു അക്ഷരം മിണ്ടരുത്. ദൈവത്തോട് നമുക്ക് സംഭാഷിക്കാവുന്ന ഏറ്റവും സ്വരം കൂടിയ സംഭാഷണം എന്ന് പറയുന്നത് ഒരു മൗനമാണ്. അത് വെറും മൗനമല്ല, മറിയത്തിൻ്റെ മൗനം. കൈയടിക്കട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ.